ലേൺ ടു കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി. കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ എന്നും കള്ളുടിച്ച് വരുന്ന ഒരു ഭർത്താവ്, എക്സാമ്പിളാണ്, അയാൾ ഇന്ന് ആലോചിക്കുകയാണ്, ഇന്ന് കഴിക്കേണ്ട, ഇതെല്ലാം ഒന്ന് കുടിച്ചല്ലേ ഞാൻ വരണത്, ഇന്ന് എൻ്റെ ഭാര്യയെ സ്നേഹിക്കണം, ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞ് പുള്ളിയുടെ കയറി വരുമ്പോൾ തന്നെ ഭാര്യയ്ക്ക് മനസ്സിലായി കള്ളു കുടിച്ചിട്ടില്ല. അപ്പൊ ഒരു ചോദ്യമാണ്, ഇന്നെന്താ കുടിക്കണില്ലേ? ആ വന്നാൽ അപ്പൊ തന്നെ തിരിച്ച് പുറത്തേക്ക് നേരെ ഭാര്യ പേണ്ടടിച്ചിട്ട് വരും. ഇതാണ് അവസ്ഥ. ശരിയല്ലേ? ആലോചിച്ച് നോക്കാം. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ തന്നെ റോങ് ആണ് പലപ്പോഴും. നിങ്ങൾ കുറ്റപ്പെടുത്തുക, പരാതിപ്പെടുത്തുക, സ്വസ്ഥത കൊടുക്കാതിരിക്കുക, ഇറിറ്റേറ്റ് ചെയ്യുക, പിച്ചി മാന്തി നോവിക്കുക, ഞാൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട്. ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മോശമാവാൻ കാരണം. ആണായാലും പെണ്ണായാലും ബോത്ത് സൈഡ്. എപ്പോഴും ചിന്തിക്കേണ്ടത് വാട്ട് യുവർ പാർട്ട്നേഴ്സ് വാണ്ട്സ് ആൻഡ് തിങ്സ്. എന്താണ് നിങ്ങളുടെ പാർട്ട്ണറിന്റെ ആവശ്യങ്ങൾ, എന്താണ് അയാളുടെ ചിന്തകൾ, അത് മനസ്സിലാക്കാം. ഭർത്താവായാലും ഭാര്യയായാലും ബി എ ഗുഡ് ലിസണർ. പല ബന്ധങ്ങളും മോശമാകാൻ കാരണം ഭർത്താവ് ജോലിയിൽ നിന്ന് വരും, ടയർഡായിട്ട് വന്നിട്ടുണ്ടാവും, വന്ന് പുള്ളി സോഫയിൽ ഇങ്ങനെ വന്ന് ഒരു കിടക്കും, ചാരി കിടക്കുമ്പോൾ വൈഫ് അന്നത്തെ വിശേഷങ്ങൾ പറയാം. പ്രത്യേക എല്ലാം ചതിയായിട്ടില്ലാത്ത എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. വൈഫ് അടുത്ത് വന്ന് അന്നത്തെ വിശേഷം പറയാൻ ഓടി വരുവാണ് അടുത്തേക്ക്. ഇത് സംഭവം ഉണ്ടായിട്ടോ. ഭർത്താവ് ഡയലോഗാണ്, ഒരു മിനിറ്റ് ഞാൻ 10 ഡ്രസ്റ്റ് കിട്ടി, ഞാൻ ഭയങ്കര ടയർഡാണ്. പൊട്ടനായ ഭർത്താവ് മനസ്സിലാക്കുന്നില്ല, അത്ര നേരം തന്നെ കാത്തിരിക്കായിരുന്നു സംസാരിക്കാൻ വേണ്ടി. 10 മിനിറ്റ് നേരം ക്ഷീണമെന്ന് മാറ്റി വെക്കാം, അവള് പറയുന്നത് കേൾക്കുന്ന പോലെ അഭിനയിക്കാം. എന്നിട്ട് എന്തുണ്ടായ ആണോ, ആഹാ, ഇങ്ങനെയൊക്കെ വെറുതെ തള്ളി കൊടുത്താൽ മതി, സെറ്റായിരിക്കും. പൊട്ടന്മാരായിട്ട് ഭർത്താക്കന്മാർ അറിയാൻ പാടില്ല. ഞാൻ ഉൾപ്പെടെ പലരും സംഭവിച്ച സംഭവം അതാ. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ പിള്ളേർ ആരെന്ത് പറയാൻ ഇങ്ങനെ കേക്ക് ഭയങ്കരമായിട്ടിരുന്നു. അതുകൊണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പറയും, തിരിച്ചു പറയും, കാര്യങ്ങളൊക്കെ പറയും, എങ്കിൽ പോലും അവർ പറഞ്ഞില്ല, ഞങ്ങൾ കേൾക്കുമായിരുന്നു. അപ്പൊ എന്ത് ഒരാളുടെ അഭിപ്രായം പറഞ്ഞാൽ പോലും ഞാൻ മാനിക്കും അഭിപ്രായത്തെ. തൂത്തു വരുന്ന ചേച്ചി പോലും എൻ്റെ തോന്നുന്നു, സാറേ ഇങ്ങനെ ചെയ്തു നോക്കിയേ, ഈ ഒരു പരിപാടിയല്ലേ, കൊള്ളാലോ, നല്ല ഐഡിയ ആണല്ലോ, അതുപോലെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. എൻ്റെ സക്സസിൻ്റെ പ്രോഗ്രാം സക്സസിൻ്റെ ഒക്കെ പലപ്പോഴും രഹസ്യം എല്ലാവർക്കും ഞാൻ അനുമാനിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്നും ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ പ്രോപ്പർ ആയിരിക്കും, ശ്രദ്ധിച്ചു പോകും.